അമ്മയും ഗ്രേസ്കോനെ കണ്ടതിന് ശേഷം ഉൺസിംഗുമായിട്ട് ബിസിനസ് ഒക്കെ നടത്തുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയാണ്. പക്ഷേ ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെക്കുറിച്ച് നന്നായി തന്നെ ആലോചിക്കണമല്ലോ. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉൺസിംഗിനെ നല്ലതുപോലെ തന്നെ വാച്ച് ചെയ്തതിന് ശേഷം അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കണമെന്നാണ് ഗ്രേസ്കോയോട് പറയുന്നത്. ഉൺസിംഗ് ഹോട്ടലിലെത്തി കഴിയുമ്പോഴത്തേക്കും ഉൺസിംഗിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഗ്രേസ്കോയും പോകുന്നു. പക്ഷെ ഗ്രേസ്കോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉൺസിംഗ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രേസ്കോ വന്ന കാര്യം എല്ലാം തന്നെ ഉൺസിംഗിനെ അറിയിക്കുന്നു. അതിനുശേഷം ഹെയ്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തുള്ള വലിയ വലിയ ഫാമിലീസിന്റെ എല്ലാവരുടെയും കല്യാണമൊക്കെ നടത്തുന്നത് ഞാനാണ്. പക്ഷേ ഹെയിന്റെയും ഹിനുവിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാതെ പോയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പലരും ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ഹെയ്നെയും ഹിനുവിനെയും തമ്മിൽ പിരിക്കുകയും പിന്നീട് ഞാൻ പറയുന്ന ഒരാളെ ഹെയ്ൻ വിവാഹം കഴിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടി ഗ്രേസ്കോ പറയുന്നു. ആ ഒരു കാട്ടുപന്നി ഹെയ്നെ ആക്രമിക്കുവാനായിട്ട് വന്നതിന് പിന്നിൽ ഗ്രേസ്കോയും ഉൺസിംഗും ആയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഹ്യുൻവു കയറി വരുമെന്ന കാര്യം അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് കൂടി ഗ്രേസ്കോ ഉൺസിംഗിന്റെ അടുത്ത് പറയുന്നു. ഹെയ്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഹ്യുനുവിന് അധികം സൗഭാഗ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഹെയ്നെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഫാമിലിയിലുള്ള എല്ലാവരും അവനെ നല്ല രീതിയിലൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സാധാരണ മീറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭാഗമൊക്കെ ആയിരിക്കും ഹിനുവിന് കിട്ടുക. പക്ഷെ ഇത്തവണയാകട്ടെ എന്റെ അമ്മായി അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പീസ് തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും അറിയിക്കുന്നു. ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. അതിനത്രയ്ക്ക് കോംപ്ലിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ നീ ഒരിക്കലും സംസാരിക്കരുത്. മറിച്ച് നീ എന്തോ വലിയ സംഭവമാണ് ചെയ്തതെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഹെയ്നെ രക്ഷിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് ഹെയ്ന് വേണ്ടി മാത്രമാണ് ചെയ്തത്. നീ അങ്ങനെയൊക്കെ വേണം എല്ലാവരോടും പറയുവാൻ. അങ്ങനെ അതിന്റെ എല്ലാ ക്രെഡിറ്റും നീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം. നീ അങ്ങനെ ഒരുപാട് ക്രെഡിറ്റ് ഒക്കെ മേടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് സാധനങ്ങളും ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. ഇപ്പോൾ തന്നെ നീ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതെല്ലാം തന്നെ ഹെയിന്റെ സ്വന്തമാണ്. പക്ഷേ നീ ഇപ്പോഴത്തെ ക്രെഡിറ്റ് ഒന്നും മേടിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഹെയിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് നിന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടുന്നതുമായിരിക്കും. പഴയ നിന്റെ വീട്ടിലേക്ക് നിനക്ക് മടങ്ങി പോകേണ്ടതായിട്ടും വരും. അടുത്തതായിട്ട് ഹിനുവിന്റെ ചേട്ടനെ കാണിക്കുകയാണ്. ചേട്ടനും ബോക്സിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. എന്റെ മകന് ബോക്സിംഗ് അല്ല മറിച്ച് ടൈക്കോണ്ടോ പഠിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഒരമ്മയാകട്ടെ മകനെയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു. നിനക്ക് എന്തുകൊണ്ടാണ് ടൈക്കോണ്ടോ ഇഷ്ടമെന്നൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ബെൽറ്റ് ഒക്കെ ഉണ്ടെന്നായിരുന്നു കുട്ടിയുടെ മറുപടി. അത് കേൾക്കുന്ന ചേട്ടനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ബെൽറ്റ് ഒക്കെ എടുത്തിട്ടതിനു ശേഷം അതിനേക്കാളും നല്ല ബെൽറ്റ് അല്ലേ ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാകട്ടെ ആ കുട്ടിയും ടൈക്കോണ്ടോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുവാൻ സാധിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനോടും പറയുന്നു. അതിനെന്താ എനിക്കും ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡറൊക്കെ തല്ലി പൊട്ടിക്കുവാനായിട്ട് നോക്കുകയാണ്. അമ്മയാകട്ടെ വേണ്ട വേണ്ട എന്ന് അവനോട് പലതവണ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ തലകൊണ്ട് വരെ അവനത് പൊട്ടിച്ചു കാണിക്കുന്നു. പിന്നീടാകട്ടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പഠിക്കുന്നത് ടൈക്കോണ്ടോ ആണ്. അതുകൊണ്ടാണ് എനിക്കും അത് ഇഷ്ടമെന്നൊക്കെ ആ കുട്ടി പറയുമ്പോഴത്തേക്കും എന്റെ മകൻ നിന്റെ അതേ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. അവനും ബോക്സിങ്ങും അതുപോലെ തന്നെ ഗെയിംസ് കളിക്കുവാനും ഇഷ്ടമാണ്. നീയും അവന്റെ കൂടെ കൂടിക്കോ. അതാകുമ്പോഴത്തേക്കും ഒന്നിച്ച് നിങ്ങൾക്ക് ഇവിടെ വരികയും ഈ ഗെയിംസ് ഒക്കെ കളിക്കുകയും ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ ചേട്ടനും ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് മാർക്ക് കുറവാണെന്നൊക്കെ അവനും ഉറക്കെ പറയുകയാണ്. അമ്മയും പെട്ടെന്ന് തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. തലയും കൊണ്ടൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ബോർഡ് പൊട്ടിക്കുവാനായിട്ടൊക്കെ ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ തലയൊക്കെ മുറിഞ്ഞിട്ട് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെയ്നും ഹിനുവും ഡിവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ചേച്ചിക്കും ചേട്ടനും ആലോചിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയും ഹെയ്നെ ഒരുപാട് തവണ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിയോൾ വരെ ഒന്ന് പോകാം, എന്നിട്ട് ഹെയ്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഡിവോഴ്സിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാമെന്നൊക്കെ അവരും തീരുമാനിക്കുകയാണ്. നമ്മളാകട്ടെ പ്ലാൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഹെയ്ൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയുവാനേ പാടില്ല. നമ്മൾ പ്ലാൻ ചെയ്താണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് അവൾ അറിയിക്കുകയാണെങ്കിൽ നിന്നെ തന്നെ അവൾ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹ്യുൻവുവും ഇത് നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രഹസ്യമായിട്ടിരിക്കുമെന്ന കാര്യവും ഉറപ്പാണെന്നൊക്കെയാണ് ഫ്രണ്ടിനോട് പറയുന്നത്. ചേച്ചിയോട് ചേട്ടനും നമുക്ക് ഹ്യുനുവിനെ വിളിച്ച് ഹെയ്നെ കാണുവാൻ പോകുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഹ്യുനുവ അറിയുവാനായിട്ട് പാടില്ല. അതിനു മുമ്പേ നമ്മൾ ഹെയ്ന്റെ മനസ്സ് മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സിയോളിലേക്കൊക്കെ പോകുകയാണ്. നമ്മൾ എന്താണ് അവരുടെ അടുത്ത് പറയുക എന്നൊക്കെ ആയിരുന്നു എംപ്ലോയീസിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ആലോചിക്കുന്നത്. പക്ഷെ ചേച്ചിയും നിങ്ങൾ ഡ്രാമാസ് ഒന്നും കണ്ടിട്ടില്ലേ, ഇതുപോലത്തെ വലിയ ഓഫീസിലൊക്കെ നമ്മൾ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന സെക്രട്ടറി ആകട്ടെ
ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ അറിഞ്ഞു വെച്ചിരിക്കുന്നവരായിരിക്കും. നമ്മളെ കണ്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഹെയ്നെ കോൾ ചെയ്തതിന് ശേഷം നിന്റെ ഹസ്ബൻഡിന്റെ സഹോദരി എത്തിയിരിക്കുന്നു എന്നൊക്കെ അവളോടും പറയും. അങ്ങനെ അവളും നമ്മളെ കാണുവാൻ വരുമെന്നൊക്കെ ആയിരുന്നു ചേച്ചിയും വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ റിസപ്ഷനിലെത്തി കഴിയുമ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റും അവരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയും കയ്യിലുണ്ടായിരുന്ന ഫോണില് കല്യാണത്തിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വെഡിങ് ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കയറ്റി വിടണമെന്നൊക്കെ ചേച്ചി വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ പോലും അവരും അകത്തേക്ക് കയറ്റി വിടുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുവഴി നടന്നു പോയിട്ടുണ്ടായിരുന്ന ഹെയ്ൻ ഇവരെ രണ്ടുപേരെയും കാണുകയും തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്കൊക്കെ പോകുന്നു. ചേട്ടനും തിരിച്ച് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങളെ തിരിച്ചറിയാതെ പോയതിൽ ഞങ്ങൾ നിന്നെ ശിക്ഷിക്കുകയൊന്നുമില്ല. ഞങ്ങൾ അത്രയ്ക്ക് ദുഷ്ടരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഹെയ്നെ ഒരുപാട് തവണ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടം വരെ താൻ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും അറിയില്ലാത്ത നമ്പറിൽ നിന്നും കോളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ സാധാരണ ഈ ഫോണൊന്നും എടുക്കാറില്ല എന്നായിരുന്നു ഹെയ്ന്റെ മറുപടി. അപ്പോഴാണ് ചേച്ചിയുടെ നമ്പർ ഒന്നും തന്നെ അവൾ സേവ് ചെയ്തിട്ടില്ല എന്ന കാര്യവും അവൾ മനസ്സിലാക്കുന്നത്. അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേനെ കുറിച്ചൊക്കെ ചേച്ചി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് വരാതിരുന്നതിന്റെ ദേഷ്യമൊക്കെ തീർക്കുവാനായിട്ടാണോ ചേച്ചി ഇപ്പോൾ എത്തിയതെന്നായിരുന്നു ഹെയ്ൻ ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴും അതല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയും റിയൽ ആയിട്ടുള്ള കാര്യമൊക്കെ പറയുവാനായിട്ടും തുടങ്ങുന്നു. നിന്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹിനു എന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്കും വിവാഹമൊക്കെ കഴിച്ച് അതുപോലത്തെ ഒരു വ്യക്തിയോട് കൂടി ജീവിക്കേണ്ടി വന്നല്ലോ. എങ്കിലും നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ എന്റെ കാര്യം തന്നെ വെക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവ് ചൂടുകാലമൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും AC ഓൺ ആക്കിയിടും. പക്ഷെ അങ്ങനെ AC ഓൺ ആക്കുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ തണുപ്പാണ് ഫീൽ ചെയ്യുക. ഞങ്ങൾ ആ ഒരു കാര്യവും പറഞ്ഞ് എപ്പോഴും തല്ലുകൂടാറുണ്ടെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ചെറിയ കാര്യമൊന്നും പറഞ്ഞ് തല്ലുകൂടാറില്ല. ഞങ്ങൾ രണ്ടുപേരും 2 റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 AC ആണുള്ളത്. ഒരാള് ഓഫ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ AC തനിയൊന്നും ഓഫ് ആകുകയില്ല എന്നൊക്കെ ആയിരുന്നു ഹെയ്നും മറുപടി നൽകുന്നത്. ഞാനും അവന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്ത് അവനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ ഭാഗമല്ല, മറിച്ച് ക്വീൻസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നിടം വരെ നീ അവരുടെ കൂടെയാണ് ഉണ്ടാകേണ്ടതെന്നെല്ലാം തന്നെ. തിരിച്ച് വീട്ടിലേക്ക് വരരുതെന്ന് വരെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി പറയുകയാണ്. പിന്നീട് ഡിവോഴ്സിന്റെ കാര്യം പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സെക്രട്ടറിയും അകത്തേക്ക് വന്നിട്ട് ഹെർമാനുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉടനെ ആരംഭിക്കുന്നതായിരിക്കുമെന്നും എത്രയും വേഗം ഹെയ്നോട് താഴേക്ക് ചെല്ലുവാനായിട്ടും ആവശ്യപ്പെടുന്നു. ചേച്ചിയും ചേച്ചിയുടെ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്യാമോ എന്നും എത്രയും വേഗം പറയുവാനുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കുന്നതായിരിക്കുമെന്നും ഹെയ്ന്റെ അടുത്ത് പറയുകയാണ്. ഉടനെ തന്നെ ഒരു ദിവസം അവരെ കാണുവാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ബിൽഡിംഗ് ഒക്കെ നൽകിയതിൽ ചേട്ടനും അവളുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നു. ഹെയ്നും അങ്ങനെ ഒരു ബിൽഡിംഗ് കൊടുത്തതിനെ കുറിച്ച് പോലും ഓർക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സെക്രട്ടറി പറയുമ്പോഴത്തേക്കുമാണ് കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. ഹെയ്നും ഹെർമാനെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ സെക്രട്ടറിയും അവളോട് ചോദിക്കുന്നു. അവരും ഒരു AC കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് സെക്രട്ടറിനെ അറിയിക്കുന്നത്. ഹേയ്നും ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ഹെർമാൻ ഉണ്ടായിരുന്നില്ല. ഉൺസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെർമാൻ എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയാളുടെ മകളാകട്ടെ നേരെ നിൽക്കുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ വിവരം അറിഞ്ഞതിന് ശേഷം അയാളും വീട്ടിലേക്ക് പോയതായിരുന്നു എന്ന കാര്യമൊക്കെ ഉൺസിങ്ങും അറിയിക്കുന്നു. അയാൾ തികച്ചും ഒരു ഫാമിലി മാൻ ആണെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും ഫാമിലി മാൻ ആയതുകൊണ്ടാണല്ലോ 4 തവണ ഡിവോഴ്സ് ഒക്കെ ചെയ്യുകയും 60ാം വയസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഹെയ്നും തമാശയായിട്ട് ചോദിക്കുന്നു. ഹെർസനയുടെ ബ്രാൻഡൊക്കെ തുടങ്ങുവാനായിട്ട് അവരുടെ ഷോപ്പില് എങ്ങനത്തെ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുമാണ് നടത്തേണ്ടതെന്ന് പോലും ഹെർമാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഇപ്പോൾ ഹെയ്നും മുൻസിങ്ങും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്യുന്നു. ഹിനു വർക്കിന്റെ ഭാഗമായിട്ട് ഓഫീസിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എംപ്ലോയിയും ഹെയ്ന്റെ സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് ഉൻസിങ്ങുമായിട്ട് ഹെയ്ന് രാത്രി ഒരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവൾ വരുവാനായിട്ട് വൈകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. നീ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുവാനായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല എന്നൊക്കെ ആ എംപ്ലോയിയും പറയുന്നു. ഹെയ്ന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ 2 ഫ്ലോറൊക്കെയാണ് ഹിർസൈനയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. മാത്രമല്ല നല്ല ഫാൻസി ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റെപ്സും ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള പല സജഷൻസും ആയിരുന്നു ഹെർമാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു രീതിയിലൊന്നും നടപ്പിലാക്കുന്ന കാര്യമല്ല. വളരെയധികം കാശ് മുടക്കൊക്കെയുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അയാളും ഒരു അപ്രൂവൽ ഒക്കെ നൽകുക. സെക്രട്ടറി കിമും
ഹിനുവിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്നതിനെ കുറിച്ചൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഹിനുവും ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ അറിയുന്നത്. നീ വളരെയധികം ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും ഡിവോഴ്സ് ഒക്കെ ഇത്രയ്ക്ക് പെട്ടെന്ന് വേണോ? നിനക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? എന്തായാലും തെറ്റെല്ലാം തന്നെ ഹിനുവിന്റെ ഭാഗത്താണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുൻബുവും ചേച്ചിനെ കോൾ ചെയ്യുന്നത്. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഹേനോട് സംസാരിക്കുവാനായിട്ടാണ് താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നും പക്ഷെ സംസാരിക്കുവാൻ പറ്റാതെ പോയത് കൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്നും ചേച്ചി ഇപ്പോൾ ഹ്യുനുവിനെയും അറിയിക്കുന്നു. പക്ഷെ അപ്പോൾ മാത്രമായിരുന്നു ഹെയിന്റെ അടുത്ത് ഡിവോഴ്സിനെ കുറിച്ച് ഇതുവരെ താൻ സംസാരിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ആകട്ടെ ഡിവോഴ്സ് വേണമോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യമൊക്കെ ഹ്യുൻവുവും ചേച്ചിനെ അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ചേച്ചിയും ആകെ ഞെട്ടുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.